ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പുന്നത്തൂർ കോട്ട ചരിത്രപ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ്. ഇന്ന് പുന്നത്തൂർ ആനക്കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം ഒരുകാലത്ത് കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലുണ്ടായിരുന്ന മലബാറിലെ ചെറിയ രാജവംശങ്ങളിൽ ഒന്നായ പുന്നത്തൂർ രാജാക്കന്മാരുടെ കോട്ടയും കൊട്ടാരവുമായിരുന്നു. നടുമുറ്റത്തോടുകൂടിയ ഒരു പഴയ നാലുകെട്ടും ചെറിയ ക്ഷേത്രവും കുളവും ഇവിടെ ഇന്നും കാണാനാവുന്നു. ഗുരുവായൂർ ക്ഷേത്രവുമായി പുന്നത്തൂർ രാജവംശത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. മലബാറിലെ രാഷ്ട്രീയ മാറ്റങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ വരവും ഉണ്ടായതോടെ പുന്നത്തൂർ രാജവംശത്തിന്റെ അധികാരം കുറയുകയും ക്രമേണ ഈ കൊട്ടാരത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്തു. 1975-ൽ ഗുരുവായൂർ ക്ഷേത്രഭരണസമിതി ഈ കൊട്ടാരവും പരിസരവും ഏറ്റെടുത്തതോടെ ഇത് ക്ഷേത്രത്തിലെ ആനകളെ സംരക്ഷിക്കുന്ന കേന്ദ്രമായി മാറ്റി. ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ആനകൾക്ക് വേണ്ട പരിചരണവും പരിശീലനവും ഇവിടെ നടത്തപ്പെടുന്നു. പാപ്പാന്മാർക്കുള്ള പരിശീലനവും ഇതോടൊപ്പം നടക്കുന്നു. കൂടാതെ ഗജപൂജ, ആനയൂട്ട് എന്നീ ആചാരങ്ങളും ഇവിടെ പതിവായി സംഘടിപ്പിക്കാറുണ്ട്. ഈ ആന സങ്കേതത്തിൽ വാഴനിരുന്ന ഗജവീരന്മാരിൽ ഏറ്റവും പ്രശസ്തരായിരുന്നു ഗുരുവായൂർ കേശവനും പത്മനാഭനും. ഒരിക്കൽ ഒരു രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്ന പുന്നത്തൂർ കോട്ട ഇന്ന് ഗുരുവായൂരപ്പന്റെ ആനകളുടെ സങ്കേതമായി നിലകൊള്ളുന്നു.